എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ബട്ടർഫ്ലൈ തീമിലാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പകുതിക്ക് മടക്കിയിട്ട് ആ മടക്കിൻ്റെ അവിടെ നിന്ന് ബട്ടർഫ്ലൈയുടെ പകുതി ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് തുറക്കുമ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിൽ കിട്ടും. ഇനി ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മളൊരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ കുറേ ബട്ടർഫ്ലൈസിനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെൻസിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിലെ ചിറക് വലുതും ഒരു സൈഡിലെ ചിറക് ചെറുതും അങ്ങനെയൊക്കെ ആയിപ്പോവും. നല്ല വൃത്തിയായിട്ട് ബട്ടർഫ്ലൈനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ A4 ഷീറ്റ് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് ഞാൻ കുറേ ബട്ടർഫ്ലൈസിനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ കളർ എടുക്കാം, ബ്രഷ് പെൻ എടുക്കാം, കളർ പെൻസിൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാട്ടർ കളർ എഫക്റ്റ് പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രഷ് പെൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പാലറ്റിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വെള്ളത്തിൽ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുമ്പോൾ നമുക്ക് വാട്ടർ കളർ എഫക്റ്റ് കിട്ടും. എന്നിട്ട് ആണ് നമ്മൾ ബട്ടർഫ്ലൈനെ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സിംഗിൾ കളറായിട്ടും അതുപോലെ രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് വേറൊരു കളറാക്കിയിട്ടും ഒക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് ഇതുപോലെ കളർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഇതുപോലെ ബട്ടർഫ്ലൈയുടെ ബോഡി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഔട്ട്ലൈനിങ്ങും ഡീറ്റെയിലിംഗും ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രഷ് പെന്നോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ബട്ടർഫ്ലൈയുടെ വിങ്സ് ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
മൊത്തം കളർ ചെയ്തെടുത്ത് ഔട്ട്ലൈനൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ്നർ വെച്ചിട്ട് കുറച്ച് ബട്ടർഫ്ലൈസിന് ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില ബട്ടർഫ്ലൈസിന് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇത് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഗ്ലിറ്റർ പെൻസ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബട്ടർഫ്ലൈൻ്റെ വിങ്സിൻ്റെ വെയിൻസിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ബട്ടർഫ്ലൈസിനെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ